Hi all, welcome back to Career Win Updates. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. പ്രധാനമായിട്ടും ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള അഡ്മിഷൻ സമയവും അതേപോലെ തന്നെ വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന സെൽഫ് ഫിനാൻസ് കോളേജിലേക്കുള്ള റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തുടങ്ങിയ പ്രധാനപ്പെട്ട 1-2 വിഷയങ്ങളാണ്. അപ്പോൾ ഈ വീഡിയോയിലൂടെ പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഉറപ്പെടുത്താനും. ഇപ്പോൾ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നേരത്തെ തന്നെ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ എടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് വീണ്ടും യൂണിവേഴ്സിറ്റി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് 5/8/2024 വരെ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ സമയം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്കറിയാം നിലവിലത്തെ സാഹചര്യത്തിൽ വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു സാഹചര്യമാണ് നമ്മുടെ ജില്ലയിലുമുള്ളത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് പല കോളേജിലും അഡ്മിഷൻ എടുക്കാനൊക്കെ നിലവിൽ പ്രയാസമുള്ളൊരു സമയമായതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്നും നിലവിൽ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികളും നേരത്തെ ഹയർ ഓപ്ഷൻസ് വെയിറ്റ് ചെയ്തതിന് ശേഷം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് ഏതെങ്കിലും കോളേജിൽ ലഭിച്ച വിദ്യാർത്ഥികളും നിർബന്ധമായിട്ടും ഇപ്പോൾ ലഭിച്ചിട്ടുള്ള കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കണം. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് 5/8/2024 അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് കോളേജുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സമയം കൂടി കൃത്യമായിട്ട് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം എല്ലാ സർട്ടിഫിക്കറ്റും സഹിതം നിങ്ങൾ ഫീസ് ഉൾപ്പെടെയുള്ള എല്ലാ സർട്ടിഫിക്കറ്റും സഹിതം കോളേജിൽ പോയിട്ട് ഹാജരാവേണ്ടതാണ്. കാരണം ഒട്ടുമിക്ക കോളേജിലും ഈ ഒരു സാഹചര്യത്തിൽ കാലാവസ്ഥയുടെ ഈ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും അഡ്മിഷൻ ഒരുപക്ഷെ ഡിലേ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കോളേജിൽ പോകുന്നതിന് മുമ്പ് കൃത്യമായിട്ട് വിളിച്ച് അന്വേഷിച്ചതിന് ശേഷം മാത്രം വിദ്യാർത്ഥികൾ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കുക. എന്തായാലും ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് 5/8/2024 വരെയുണ്ട്. മാത്രമല്ല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ നിങ്ങൾക്കറിയാം വയനാട് ജില്ലയിലേക്ക് കേരളത്തിൽ വളരെ ദുഃഖകരമായിട്ടുള്ള അവസ്ഥ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട വയനാട് ജില്ലയുടെ എല്ലാ ദുഃഖാചരണങ്ങളിലും നമ്മൾ ആത്മാർത്ഥമായിട്ട് പങ്കുചേരുകയാണ്. എത്രയും പെട്ടെന്ന് അവിടെ ഇപ്പോഴും പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ എത്രയും പെട്ടെന്ന് പുറത്തെത്തിക്കുവാനും അവർക്കൊക്കെ എല്ലാം നല്ലത് വരട്ടെ എന്ന ആത്മാർത്ഥമായിട്ട് ഈ ഒരു സാഹചര്യത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എന്തായാലും നിലവിൽ നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു സാഹചര്യത്തിൽ അങ്ങേയറ്റം സുരക്ഷിതരായി നിൽക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ എന്തായാലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഈ ഒരു ഇൻഫർമേഷൻ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതേപോലെ തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന കാര്യമാണ് സെൽഫ് ഫിനാൻസ് കോളേജിലായിട്ടുള്ള റാങ്ക് ലിസ്റ്റ്. കാരണം നിലവിൽ എവിടെയും കിട്ടാത്ത ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അത്തരത്തിൽ വിദ്യാർത്ഥികളൊക്കെ വളരെ പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കാൻ സെൽഫ് ഫിനാൻസ് കോളേജിലെ റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞ ദിവസമായിരുന്നു യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിക്കേണ്ടത്. പക്ഷേ ഇതുവരെയും യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചിട്ടില്ല. അപ്പോൾ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് അതായത് സെൽഫ് ഫിനാൻസ് കോളേജിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അതേപോലെ തന്നെ എയ്ഡഡ് കോളേജിലോട്ട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നോർമലായിട്ട് പ്രസിദ്ധീകരിക്കാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് സെൽഫ് ഫിനാൻസ് കോളേജിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് ഏകദേശം യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്നും പരമാവധി ഇന്ന് തന്നെ വിദ്യാർത്ഥികൾക്ക് റാങ്ക് ലിസ്റ്റ് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ സെൽഫ് ഫിനാൻസ് കോളേജിൽ കൊടുത്തിട്ടുണ്ടോ എല്ലാ സെൽഫ് ഫിനാൻസ് കോളേജിലെയും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഏകദേശം ഇന്ന് തന്നെയാണ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിക്കുമെന്ന് അറിയിച്ചിട്ടുള്ളത്. അതിനെന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ മാറ്റങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായും വിദ്യാർത്ഥികളെ ഇൻഫോർമേഷൻ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സെൽഫ് ഫിനാൻസ് കോളേജിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ അത് നിയമിക്കുന്നത് ഓരോ കോളേജ് ബേസ് ആയിരിക്കും. ഉദാഹരണത്തിന് നിങ്ങൾ ഒരു സെൽഫ് ഫിനാൻസ് കോളേജിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കോളേജിൽ എത്ര സീറ്റ് വേക്കൻസി ഉണ്ടോ ആ സീറ്റ് വേക്കൻസിക്ക് അനുസരിച്ച് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് എത്രാമതാണോ അപ്പോൾ അതിൽ നിങ്ങൾക്ക് ചാൻസ് ഉണ്ടെങ്കിൽ ആ സെൽഫ് ഫിനാൻസ് കോളേജിൽ നിങ്ങളെ അഡ്മിഷൻ നേരിട്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്യും. അങ്ങനെ നേരിട്ട് കോൺടാക്ട് ചെയ്താൽ മാത്രമാണ് വിദ്യാർത്ഥികൾ കോളേജിൽ പോയിട്ട് സെൽഫ് ഫിനാൻസ് കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ ഒരു വിദ്യാർത്ഥി ഡയറക്റ്റ് പോയിട്ട് അഡ്മിഷന് വേണ്ടി പോകേണ്ട ആവശ്യമില്ല. കോളേജ് കിട്ടിയെങ്കിൽ മാത്രം നിങ്ങൾക്ക് അഡ്മിഷന് പോകാം. ഇനി അതേപോലെ റാങ്ക് ലിസ്റ്റിൻ്റെ പൊസിഷൻ നോക്കിയിട്ട് വിദ്യാർത്ഥികൾ വേണമെങ്കിൽ കോളേജുമായി ബന്ധപ്പെട്ട് അഡ്മിഷൻ സാധ്യത ഉണ്ടാകുമോ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സാധ്യത നിങ്ങൾക്ക് കാരണം ഒരു കോളേജിൽ എത്ര സീറ്റ് ഉണ്ട് അപ്പോൾ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് എത്രയാണ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഏകദേശം സാധ്യത മനസ്സിലാക്കുവാനും നിങ്ങൾക്ക് കോളേജുമായി അങ്ങോട്ട് കോൺടാക്ട് ചെയ്തുകൊണ്ട് അഡ്മിഷൻ സാധ്യത നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും സെൽഫ് ഫിനാൻസ് കോളേജിൻ്റെ റാങ്ക് ലിസ്റ്റ് കൂടി ഇന്ന് പരമാവധി യൂണിവേഴ്സിറ്റി ഭാഗത്ത് നിന്ന് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം സെപ്പറേറ്റായിട്ട് വിദ്യാർത്ഥികളെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിലവിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ആയിട്ടുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വിദ്യാർത്ഥികൾക്ക് 5/8/2024 വരെ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. എല്ലാ വിദ്യാർത്ഥികളും പുതുതായിട്ട് അഡ്മിഷൻ ലഭിച്ചവരും ഹയർ ഓപ്ഷൻസും മാറ്റം ലഭിച്ച വിദ്യാർത്ഥികളൊക്കെ നിലവിൽ പോയിട്ട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ എവിടെയാണ് ലഭിച്ച ആ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കണം. കോളേജുമായി ബന്ധപ്പെട്ടതിന് ശേഷം മാത്രം നിങ്ങൾ കോളേജിൽ പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാൻ. ഇനി അതേപോലെ ഇനിയും ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലും അഡ്മിഷൻ കിട്ടാത്തവർക്ക് വേണ്ടിയുള്ള സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് യൂണിവേഴ്സിറ്റി ഭാഗത്ത് നിന്ന് നേരത്തെ അനൗൺസ് ചെയ്ത പ്രകാരം ഓഗസ്റ്റ് 2-ാം തീയതിയായിരുന്നു. തീർച്ചയായിട്ടും അതിൽ മാറ്റങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ ഷെഡ്യൂൾ എന്തായാലും വിദ്യാർത്ഥികളെ മാറ്റങ്ങൾ വരികയാണെങ്കിൽ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ഡേറ്റ് കാര്യങ്ങൾ നമ്മുടെ ചാനൽ കൃത്യമായിട്ട് അറിയിക്കുന്നതായിരിക്കും. അതിനുശേഷം വീണ്ടും യൂണിവേഴ്സിറ്റിയിൽ ഒഴിവുകൾ വരികയാണെങ്കിൽ ഗവൺമെൻറ് എയ്ഡഡ് കോളേജിൽ അത് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. സാധാരണ രീതിയിൽ സ്പോട്ട് അഡ്മിഷൻ പോലെയുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അതിനനുസരിച്ച് കോളേജ് വിദ്യാർത്ഥികളെ അഡ്മിഷന് വേണ്ടി വിളിക്കുകയാണ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട 2-3 സ്റ്റെപ്പുകളും ഇനിയും ബാക്കിയുണ്ട്. അതുകൊണ്ട്
അതുകൊണ്ട് തന്നെ നിലവിൽ അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾ നിരാശപ്പെടേണ്ട. തീർച്ചയായിട്ടും ഈ പറയുന്ന സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും അതേപോലെ തന്നെ റാങ്ക് ലിസ്റ്റ് എയ്ഡഡ് കോളേജിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓരോ ഘട്ടങ്ങളെയും ഇൻഫർമേഷൻ നിങ്ങളെ കൃത്യമായിട്ട് നമ്മുടെ ഈ ചാനലിൽ അറിയിക്കുന്നതായിരിക്കും. കൂടാതെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് വിദ്യാർത്ഥികൾ മറക്കാതെ ജസ്റ്റ് ഫോളോ ചെയ്യാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. ജസ്റ്റ് സവാദ് അടശ്ശേരി എന്ന് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജിൽ ജസ്റ്റ് സെർച്ച് ചെയ്യുക. അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇനി അങ്ങോട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൽ കൂടി വിദ്യാർത്ഥികളെ ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പേജിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് പരമാവധി വിദ്യാർത്ഥികൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉറപ്പെടുത്തുവാനും കൂടാതെ എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനൽ കൂടി നിങ്ങൾ പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുവാനും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും വളരെ സുരക്ഷിതമായി നിൽക്കാൻ വേണ്ടി ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടുള്ള മറ്റൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇതുവരെയും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അടശ്ശേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.